അപ്പോൾ അമ്മ കരിമീൻ വൃത്തിയാക്കണുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ളൊരു കരിമീൻ കറിയുടെ വീഡിയോ ആണ്. മീനൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ചീനച്ചട്ടിയിലാണ്ട് അരപ്പ് മൂപ്പിക്കണം. കാരണം ചട്ടി പുകച്ചിലൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഉലുവ മൂപ്പിച്ചിട്ട് അതിൽ സവാളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലപോലെ അതൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിക്കും. അങ്ങനെ സവാളയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി പയ്യനൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അരപ്പ് നല്ലപോലെ മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഈ സമയം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലോണം അരപ്പ് അങ്ങോട്ട് മൂപ്പിക്കുക. കാരണം തീ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അരപ്പ് കരിഞ്ഞു പോകുമല്ലോ. അപ്പം അതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ട് നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചട്ടിയിൽ കിടന്നൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടിയിൽ കിടന്ന് നല്ലപോലെ ചൂടായിട്ട് അരപ്പൊക്കെ തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരപ്പിലേക്ക് 3-ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 3-ാം പാൽ ഒരു ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ അരപ്പ് ആ പാലൊന്ന് പയ്യനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു 2-ാം പാൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അരപ്പ് പതിയെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ അമ്മ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ ഒരു 3-4 കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കരിമീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ കരിമീനൊന്നുമല്ല, ഏകദേശം ഒരു മീഡിയം ലെവൽ വലിപ്പമുള്ള കരിമീനാണ് കേട്ടോ. അപ്പോൾ കരിമീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിമീൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചാറൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള പണികളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം അരപ്പ് തിളക്കണുണ്ട്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റൊക്കെ മതി, 10-15 മിനിറ്റ് മതി. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം മീനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കറി അപ്പോൾ നല്ലപോലെ തേങ്ങാപ്പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ അമ്മ വെച്ചതുകൊണ്ട് കുറച്ചധികം ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക.